നമസ്കാരം. എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് ഒന്നാം ഓണം രണ്ടാം ഓണം അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് പോകാം കേട്ടോ. നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പച്ചക്കറി കൃഷിയാണ്. അതിനെ കീടങ്ങൾ ബാധിക്കുന്നതും മരുന്നടിച്ചതുമായ പച്ചക്കറികൾ കഴിച്ച് നമ്മുടെ ആരോഗ്യത്തെയും ജീവനെയും തന്നെ നമ്മൾ നശിപ്പിക്കുന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിൽ നമ്മൾ ഇത്തിരി സ്ഥലത്താണെങ്കിലും കൃഷി ചെയ്ത് തന്നെ നമ്മൾ പച്ചക്കറികൾ കഴിക്കാൻ ശ്രമിക്കുക. ടെറസിൻ്റെ മേലെ പോലും ഇപ്പോൾ ധാരാളമായി എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ മുറ്റത്താണെങ്കിലും പറമ്പിലാണെങ്കിലും കൂടിൽ വെച്ചിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉണ്ടാക്കാം. ഏത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം, കഷ്ടപ്പെട്ട് ചെയ്യരുത്. കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് വിളവ് കിട്ടില്ല. അതിനേറ്റവും നല്ലത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളുടെ വിജയമാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മാതൃകയാണ് എൻ്റെ വീടിനടുത്തുള്ള ജോണി എന്ന് പറയുന്ന കർഷകൻ കേട്ടോ. അദ്ദേഹം എല്ലാ കൃഷികളും വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ്, ഒരിക്കലും കഷ്ടപ്പെട്ട് ചെയ്യുന്നത് കാണുന്നില്ല. എത്ര വയ്യാതിരിക്കുമ്പോൾ പോലും വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തോടെയും കൃഷി ചെയ്യുന്നത് കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നല്ല വിളവും കിട്ടാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പയർ കൃഷിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എപ്പോഴും പുതിയ വിത്തുകൾ തന്നെ നടണമെന്ന്. നമ്മൾ വിത്തുകൾ ഇക്കൊല്ലത്തെ വിത്തുകളൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അടുത്ത കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൃഷിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ വിത്തുകൾ മുളയ്ക്കാനും മുളച്ചാൽ നല്ല രീതിയിലും കിട്ടുന്നില്ല. അതിന് ഏറ്റവും നല്ലത് ഏറ്റവും പുതിയ വിത്ത് നടാൻ. അപ്പോൾ ഞാനത് പരീക്ഷിച്ച് നോക്കി. അത് സത്യമാണ്. പുതിയ വിത്തുകൾ പെട്ടെന്ന് മുളച്ച് വരാനും പെട്ടെന്ന് അത് വളരാനും നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇതിൻ്റെ ഇടവേളയായിട്ട് എന്ന് പറയണേ ഇവർ ബന്ധിത്തൈകൾ നടും. ഈ ബന്ധിപ്പൂവും ബന്ധിൻ്റെ ആ മണവുമൊക്കെ കീടങ്ങൾ അകറ്റാൻ നല്ലൊരു വഴിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കോട് കൂടിയിട്ട് നമ്മൾ കുറച്ച് ബന്ദീൻ്റെ അരികൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് കീടങ്ങൾ വളരെ കുറച്ചാണ്. പിന്നെ ചെയ്യുന്ന കീടനാശിനി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെളുത്തുള്ളി, പിന്നെ കഷായം എന്നൊക്കെ ഇട്ടില്ലേ, കാന്താരി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് അത് വെള്ളത്തിൽ കലക്കിയിട്ട് അടിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് വിഷമില്ലാത്ത വിത്തുകൾ കഴിക്കാൻ പറ്റും, പച്ചക്കറികളൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് പച്ചക്കറികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല രുചിയുള്ള പയറാണ്. ഈ പയറുകളിലും ഉണ്ട് വ്യത്യസ്തത, പലതരം പയറുകളുണ്ട്. അപ്പോൾ ഈ പയറിൻ്റെ പേര് ചോദിച്ചപ്പോൾ ആൾ മറന്നുപോയി എന്ന് പറഞ്ഞു കേട്ടോ. നല്ല വിളവാണ്. നമുക്ക് എന്താ പറയുക, ഒരു നേരം പോക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സന്തോഷമായിട്ട് രസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് മുറ്റത്ത് ചെയ്യുന്ന പച്ചക്കറി കൃഷി. പ്രധാനപ്പെട്ടത് പയർ. നമ്മളുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾക്കത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. അതൊരു ചെറിയ വരുമാന മാർഗ്ഗമാകും. അങ്ങനെ നല്ലൊരു കർഷകനെയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് തന്നെ കേട്ടോ. ഇഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്ന കർഷകനെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഒരു സമയം അദ്ദേഹത്തിന് വയ്യാതിരുന്നിട്ട് പോലും അദ്ദേഹം വന്ന് പറമ്പ് കിളച്ച് കൃഷി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കൃഷി ചെയ്യുന്ന കൃഷിക്ക് ഫലം നല്ലതായിരിക്കും എന്ന് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഏത് ജോലിയായാലും ഇഷ്ടപ്പെട്ട് കൃഷി ചെയ്യുക. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.